കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകുന്നു. ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തയും കരുണയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അവിടുത്തെ കരുണ തലമുറയായിരിക്കുന്നു. വീഴുന്നവരെയൊക്കെയും താങ്ങുന്ന, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെ നിവർത്തുന്ന, ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്ന, ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവത്തിന് നന്ദി പറഞ്ഞ് അവിടുത്തെ മഹത്വം കരയറ്റാൻ നമുക്കെല്ലാം ഇടയാവണം. നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്, അതിശ്രേഷ്ഠനായ ദൈവമാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്, വിടുവിക്കുന്നവനാണ്, നമ്മുടെ രക്ഷയാകുന്ന ദൈവമാണ്. നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനാണ്, മരണത്തിൽ നിന്ന് നീക്കുപോക്കുകൾ നൽകുന്നവൻ, അടുത്ത ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ഏതൊക്കെ വിഷയത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടണമോ അവിടുത്തെ മുൻപാകെ അടുത്തു വരൂ. ദൈവം നിങ്ങളെ സഹായിക്കും. അവിടെ നിങ്ങളോട് കരുണ കാണിക്കും, ശക്തീകരിക്കും, ബലത്തോടെ നിർത്തും. ലോകത്തിൻ്റെ ഒരു ശക്തികളും നമ്മളെ തൊടാതെ വേണം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ആർക്കാന്നറിയാമോ? അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിന്നും കീഴിൽ പാർക്കുകയും ചെയ്യുന്നവരോട് ഇന്ന് പകലും പറയാൻ ഒരനർത്ഥമോ ബാധയോ ആഭിചാരമോ മന്ത്രവാദമോ ലക്ഷണവിദ്യയോ നമ്മളോട് ഒക്കത്തില്ല. കാരണം നമ്മുടെ ദൈവമായ യഹോവ നമ്മുടെ മധ്യേ ഉണ്ടെന്നും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും ഒന്ന് ഉറപ്പുവരുത്താനൂടെ തയ്യാറാവണം. മോശ പ്രാർത്ഥിച്ചതുപോലെ അടുത്ത തലത്തിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ദൈവമേ, എനിക്കൊന്ന് അറിയണം, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ. ആ പ്രസൻസ് ഇല്ലെങ്കിൽ എന്നെ ഇവിടുന്ന് പുറപ്പെടുവിക്കരുതെന്ന് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പകലും കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം, ഞങ്ങളുടെ തലമുറകളോടൊപ്പം, ഞങ്ങളോടൊപ്പം, അടിയനോടൊപ്പം ഞങ്ങളുടെ സാന്നിധ്യമുണ്ടോ എനിക്കൊന്ന് അറിയണം. ഇന്ന് മുട്ടുമടക്കൂ. അങ്ങനെയെങ്കിൽ ആ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കാൻ തയ്യാറാകൂ. സാന്നിധ്യത്തിനകത്ത് നിൽക്കാൻ തയ്യാറാകൂ. ആ സാന്നിധ്യം നമുക്ക് മുമ്പ് പുറപ്പെട്ടാൽ നമുക്കൊന്നിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു വിഷയം നമ്മളെ തകർക്കില്ല, നമ്മുടെ ധൈര്യത്തെ ചോർത്തിക്കളയില്ല. ഇന്ന് പകൽ ഒന്ന് ഉറപ്പാക്കാൻ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ആ പ്രസൻസ് നമ്മുടെ കൂടെ ഉണ്ടോ. മോശയ്ക്ക് ലക്ഷക്കണക്കിന് ആളുകളുടെ സഹായം വേണമെങ്കിൽ കിട്ടിയേനെ, മനുഷ്യമായിട്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല തനിക്ക് വേണ്ടത്. അവരുടെ ബലമോ അവരുടെ ശക്തിയോ ഒന്നുമല്ല, പിതാവേ അങ്ങയുടെ സാന്നിധ്യം. അതില്ലെങ്കിൽ വട്ടപൂജ്യ എന്ന് മോശയ്ക്ക് അറിയാം. വിളിച്ചിറക്കിയവൻ, മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നവൻ, സ്തോത്രം, നടത്തിയവൻ, ചെങ്കണ്ണ് അനുഭവിച്ചവൻ, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നവൻ, കാടപ്പക്ഷിയെ വർഷിപ്പിച്ചു കൊടുത്തവൻ, പാറയിൽ നിന്ന് തീക്കൽ പാറയിൽ നിന്ന് ജലം ചാടി പുറപ്പെടുവിച്ചു കൊടുത്തവൻ, ഇതൊക്കെ മോശയ്ക്കറിയാം. ആ പ്രസൻസ് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടോ. ഹല്ലേലൂയ. എത്ര പേർ ശാന്തമായി അവിടുത്തെ മുൻപാകെ ഒന്നേൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകും. നമ്മുടെ ദൈവത്തെ പോലെ ശക്തനായൊരു ദൈവം, സർവശക്തനായൊരു ദൈവം വേറെ എവിടെ ഉണ്ട്? പ്രിയരെ, ലോകത്തിലെ എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ എൻ്റെ യേശുവിൻ്റെ കല്ലറ മാത്രം ഇന്നും തുറന്നു കിടക്കുന്നു. അവിടുന്ന് മരിച്ചു അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. റോമ ഗവൺമെൻറ്റിൻ്റെ സ്വാധീനങ്ങൾക്ക്, മതശക്തികൾക്ക്, കാവൽ നിരകൾക്ക്, അപ്പോൾ തന്നെ കല്ലുവെച്ചത്, മുദ്രയിട്ടത്, ഇതൊക്കെ ശക്തമായി തടസ്സപ്പെടുത്താനാണ് നോക്കിയത്. പുനരുത്ഥാനത്തിൻ്റെ പവറിനെ തടയാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ഇന്നും തൻ്റെ ജനം അറിയാതിരിക്കരുത്. അങ്ങനെയെങ്കിൽ ആ ദൈവസാന്നിധ്യം ശക്തമായി വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം ഇറങ്ങി അത്ഭുതങ്ങൾ സംഭവിച്ച് ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരത്താൽ ജനം സ്വതന്ത്രരായി ആത്മാവ് ശക്തിയോടെ മുമ്പോട്ട് പോകുന്ന പ്രത്യേക നിമിഷത്തിലേക്ക് കടന്നു വരണം.
ഒരു ശക്തിക്ക് നമ്മളെ തൊടാൻ പറ്റത്തില്ല, ജയിക്കാൻ പറ്റില്ല. അഭിഷേകമാകത്തുണ്ടോ നമ്മൾ ധന്യരാണ്. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ഇന്ന് പ്രഭാതത്തിലും എല്ലാത്തെയും ജയിക്കാൻ കഴിയും. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ ആത്മാവിൽ ശക്തനായിത്തീരും. പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ലെന്ന് തൻ്റെ ജനം അറിയാതിരിക്കരുത്. വളരെ സുപരിതമായൊരു വാക്യം, 71 സങ്കീർത്തനം അതിൻ്റെ 5 വാക്യം. യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു, ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. ദാവീദിൻ്റെ സങ്കീർത്തനം തന്നെയാണ്, നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. 70 ദാവീദിൻ്റെ സങ്കീർത്തനം. ദൈവമേ, എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ. വേഗം പറഞ്ഞ പ്രാണഹാനി വരുത്താൻ നോക്കുന്നവർ, അനർത്ഥത്തെ സന്തോഷിക്കുന്നവർ, ഇതൊക്കെ വന്നത് നന്നായി നന്നായി എന്ന് പറയുന്നവർ ഒക്കെ തനിക്കെതിരെയുണ്ട്. എങ്കിലും നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനും ആകുന്നു. എൻ്റെ ദൈവമേ, താമസിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത സങ്കീർത്തനം താൻ ത്യജിച്ചത്. യഹോവേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത്. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ചു വിടുവിക്കണമെന്ന് പറഞ്ഞാണ് ആ സങ്കീർത്തനം 71 താൻ എഴുതാൻ തുടങ്ങിയത്. എന്നിട്ടാണ് എൻ്റെ 5 വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. യഹോവയെ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയായി. തനിക്ക് പ്രത്യാശിക്കാൻ ഒരിടം മാത്രമേ ഉള്ളൂ, പ്രതീക്ഷയ്ക്ക് ഒരിടം മാത്രമേ ഉള്ളൂ. അപ്പനും അമ്മയും മാറ്റി നിർത്തിയ സ്ഥാനത്ത് പട്ടാളത്തിലേക്ക് തന്നെ എടുത്തില്ല. കാരണം കൂടുതൽ കായികബലവും ശക്തിയുമൊക്കെ മറ്റ് സഹോദരങ്ങൾക്കായിരുന്നു. അങ്ങനെ പോലും അവസരം നിഷേധിക്കപ്പെട്ട ദാവീദ് വനാന്തരങ്ങളിൽ ആടുകളുടെ കൂടെയായിരുന്നു. അവിടെയും ദൈവത്തെ സ്തുതിച്ചു. ആശ്രയം ദൈവത്തിലായിരുന്നു. ആശ്രയിപ്പാൻ ഒരു നാമമുണ്ട് എന്ന് ദാവീദിന് മനസ്സിലായി. സഹോദരങ്ങളിലോ മറ്റൊന്നിലും ആശ്രയിക്കാതെ ദൈവത്തിൽ ആ മനുഷ്യൻ ആശ്രയിച്ചു. നിങ്ങൾ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു എന്ന് മറ്റടുത്ത് വായിക്കുന്നു. ഇവിടെ പറയുന്നു, കർത്താവേ, അങ്ങ് ആരാന്ന് എനിക്കറിയാം, അങ്ങെൻ്റെ പ്രത്യാശയാ. കഷ്ടകാലത്ത് നീ അവരുടെ പ്രത്യാശ. ഇരമ്യാ പ്രവൃത്തി വായിക്കുന്നു. കഷ്ടങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ഒരു പ്രത്യാശയുണ്ട്, അത് നമ്മുടെ കർത്താവാണ്. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, നമുക്കൊരു പ്രത്യാശയുണ്ട്, നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. യഹോവയെങ്കിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെടുകയും നിങ്ങളുടെ ഹൃദയം ഉറയ്ക്കണം. എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്, സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, ഏതെൻഡിൽ നിന്നും എന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കുറുകിപ്പോകാത്ത കരമുള്ള, മന്ദമാകാത്ത ചെവിയുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് നമ്മുടെ അകത്തൊരു പ്രത്യാശ ഇന്ന് പകൽ ഉണ്ടായിരിക്കും. ദാവീദ് പറയുക, യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയായി. സ്തോത്രം. യഹോവയെങ്കിൽ പ്രത്യാശ. ഞാൻ പറഞ്ഞല്ലോ, വീട്ടുകാരിൽ തനിക്ക് പ്രത്യാശിക്കാൻ കഴിഞ്ഞില്ല, അവരൊക്കെ മാറ്റി നിർത്തി. പക്ഷേ യഹോവയിൽ പ്രത്യാശിച്ചത് കൊണ്ട് ഒരിടയ ചെറുക്കനെ ഇസ്രയേലിൻ്റെ രാജാവാക്കി ദൈവം മാറ്റിയില്ലേ? ശത്രുക്കൾ അനേകർ പതിയിരിപ്പുകൾ വന്നില്ലേ? അകത്ത് നിന്ന് തനിക്കെതിരെ കൂട്ടുകെട്ടുകൾ വന്നില്ലേ? പ്രത്യാശയുള്ള മനുഷ്യനെ അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അടുത്ത ഭാഗം ഒന്ന് ശ്രദ്ധിക്കൂ. ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ, ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. ബാല്യം മുതൽ, പ്രിയരെ, നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ആശ്രയം ദൈവത്തിൽ വെക്കാൻ തയ്യാറായാൽ, ആ മനുഷ്യൻ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇവിടൊക്കെ താൻ നടന്നുപോയ പാതകൾ തിരിഞ്ഞു നിന്നിട്ട് പറയുകയാണ്, പക്ഷേ ബാല്യം മുതൽ വാർദ്ധക്യം വരെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ കണ്ട മനുഷ്യനാണ്. വേദനകൾ, സങ്കടങ്ങൾ, ഒറ്റപ്പെടലുകൾ, കുറ്റപ്പെടുത്തലുകൾ, നീ പോന്ന് ആക്ഷേപിച്ച സമയങ്ങൾ,
ചെരുപ്പിടാതെ നടക്കേണ്ടി വന്നത്, കരഞ്ഞുകൊണ്ട് പോയത്, ബലമില്ലാതാവോളം കരഞ്ഞ സന്ദർഭങ്ങൾ, രാജ്യത്തെ അരാജകത്വങ്ങൾ, സിംഹാസനത്തിൽ ഇറക്കിവിട്ട സമയങ്ങൾ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബാല്യം മുതൽ വാർദ്ധക്യം വരെ ഞാൻ ഈ ദൈവത്തിൽ പ്രത്യാശ വെച്ചതുകൊണ്ട്, ദൈവത്തിൽ ആശ്രയം വെച്ചതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് പകൽ ബാല്യം മുതൽ യഹോവയെങ്കിൽ പ്രത്യാശ വെക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ സന്താനങ്ങളെയും പുഷ്ടിപ്പെടുത്തുന്ന, ആരുടെയും മുമ്പിൽ കൈനീട്ടാൻ ഇടയാവാതെ വണ്ണം ജയത്തോടെ നടത്തുന്ന, ആത്മാവിൽ ശക്തീകരിക്കുന്ന, ബാല്യം മുതൽ ആശ്രയിക്കുന്ന, ഒരുവനെ തള്ളിക്കളയാത്ത, ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത, ആശ്രയിക്കുന്നവരെ അറിയുന്ന, ആശ്രയിക്കുന്നവരെ നടത്തുന്ന, അവരെ കൊണ്ടുപോകേണ്ട പാതകൾ കൊണ്ടുപോയി മുൻപേ പോകുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായ ദൂത് അറിയിക്കുന്നു. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിക്കും സകലവിധ അധികാരവും ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവേ, നിങ്ങളുടെ വചനത്തിൻ്റെ ശക്തി നസറേനായ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കുന്നല്ലോ. യഹോവേ കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ, മറ്റൊന്നിലും ഞങ്ങൾ പ്രത്യാശിക്കുന്നില്ല. ഞങ്ങളെ പുറത്തു കൊണ്ടുവരാൻ, ആഴങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ, തകർച്ചയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ, കുരുക്കളെ അയച്ച് പുറത്തു കൊണ്ടുവരാൻ, സൗഖ്യമാക്കാൻ കഴിവുള്ള ദൈവത്തെ ഞങ്ങൾ പ്രത്യാശിക്കുന്നു. നിത്യത്തിലെത്തിക്കുന്ന കർത്താവ് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ഓരോ വിഷയങ്ങളും തീർപ്പ് കൽപ്പിക്കുന്ന കർത്താവിൽ ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ആ കർത്താവാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ബാല്യം മുതൽ അവിടെ ഞങ്ങളുടെ ആശ്രയമായിരിക്കാൻ, ആര് തള്ളിക്കളഞ്ഞാലും മാറ്റി നിർത്തിയാലും ഞങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന അങ്ങയുടെ മഹത്വമുള്ള ഭുജത്തിനായി സ്തോത്രം. എല്ലാ വിടുതലുകൾക്ക് സ്തോത്രം, സൗഖ്യത്തിന് സ്തോത്രം, സമാധാനത്തെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകും. കർത്താവ് നമ്മുടെ പ്രത്യാശയാണ്, അവിടെ നമ്മുടെ പ്രതീക്ഷയാണ്. ബാല്യം മുതൽ നമ്മുടെ ആശ്രയമായിരിക്കട്ടെ. ജീവിതത്തിൻ്റെ എൻഡ് വരെ ഈ ആശ്രയം കർത്താവ് മാത്രമായിരിക്കട്ടെ. ഈ വചനങ്ങൾ അവിടെ സഹായിട്ട് ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.